ക്രിസ്തുവിനെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ വീണ്ടും വീണ്ടും വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. ബാലനായ യേശുവിനെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദേവാലയത്തിൽ വച്ച് നഷ്ടമാകുന്നു. തിരുസഭ ഇന്ന് വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ നേരുന്നു. 3 ചിന്തകളാണ് സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത്. 1. ദേവാലയത്തിലേക്കുള്ള യാത്ര. യേശുവിൻ്റെ ആദ്യ ദേവാലയ തീർത്ഥാടന യാത്രയാണ് ഇന്നത്തേത്. 12 വയസ്സ് കഴിയുമ്പോൾ യഹൂദർ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോകുന്ന പതിവുണ്ട്. അതിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന് നാം കാണുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ. അമ്മയുടെ ഉദരത്തിൽ വച്ചുള്ള ദൈവ അനുഭവം. 2. കുട്ടികളെ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള ദേവാലയ സന്ദർശനം. 3. സ്വയം ബോധ്യത്തോടെയുള്ള തീർത്ഥാടക ദേവാലയ സന്ദർശനം. 3 ദേവാലയ അനുഭവങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ട്. യേശുനാഥൻ ഒരർത്ഥത്തിൽ ഈ 3-ാം തലത്തിലാണ് നിലകൊള്ളുന്നത്. സ്വയം ബോധ്യത്തിൻ്റെ അറിവിലേക്ക് ക്രിസ്തു വളരുമ്പോൾ ആ വളർച്ചയിൽ തന്നെ യേശു മാതാപിതാക്കളോടൊപ്പമുള്ള ദേവാലയ യാത്രയിൽ നിന്ന് പിതാവിനോടൊപ്പമുള്ള ഉത്തരവാദിത്ത ജീവിത ബോധ്യത്തിലേക്ക് കടന്നു വരുന്നു. യേശു വളർത്തപ്പനായ യൗസേ പിതാവിൽ നിന്ന് സ്വർഗസ്ഥനായ പിതാവിലേക്ക് നടക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവനാണ്. നമ്മെപ്പോലെ വളരുന്ന യേശുവും എന്നാൽ പ്രത്യേകതകളുള്ള മറ്റൊരു വ്യക്തിയായി ക്രിസ്തു മാറുകയും ചെയ്യുകയാണ് ഇവിടെ. ഒരു സാധാരണ മകനായി എങ്ങനെ ക്രിസ്തു നിലകൊണ്ടെന്നും എങ്ങനെ പാപമില്ലാത്തവനായി നിലകൊണ്ടു എന്നുമാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ യൗസേ പിതാവിൻ്റെ സാന്നിധ്യം ആകുലതയുടെയും നിശബ്ദതയുടെയും തിരിച്ചറിവിൻ്റെയും ആയിരുന്നു. താനല്ല, യഥാർത്ഥത്തിൽ പിതാവായ ദൈവമാണ് ഇവൻ്റെ അപ്പൻ എന്ന ബോധ്യവും നിശബ്ദ സന്തോഷവും വേദനയും ഒരുപോലെ വിശുദ്ധ യൗസേപ്പിൽ നിറഞ്ഞു നിന്നു. 2. ഗാഗുൽത്തായുടെ മണമുള്ള യാത്ര. യൗസേ പിതാവും മാതാവും നഷ്ടദുഃഖത്തിൽ നിന്നും തിരസ്കരണ ദുഃഖത്തിലേക്ക് വീഴുന്നു. അവരുടെ ആകുലതയ്ക്ക് മുന്നിൽ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ആകുലത ഏറ്റെടുക്കുന്നു. അതിനാൽ തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ആകുലതയേക്കാൾ പിതാവായ ദൈവത്തിൻ്റെ ആകുലത ബാല്യത്തിൽ തന്നെ ഏൽക്കുന്ന പ്രവൃത്തി ബാലനായ യേശു നിർവഹിക്കുകയാണ്. വേദശാസ്ത്രികളുമായി അവൻ തർക്കിക്കുന്നത് അതിനുദാഹരണമാണ്. ഇവിടെ ബാലനായ യേശു തൻ്റെ മാതാപിതാക്കളെ പിതാവായ ദൈവത്തിൻ്റെ ആകുലതയിലേക്ക് ഉയർത്തുകയാണ്. അത് യേശുവിൻ്റെ തന്നെ സഹനമരണ ഉത്ഥാനമാണ്, മനുഷ്യരുടെ രക്ഷയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ യൗസേ പിതാവ് ബാലനായ യേശുവിനെ ഗാഗുൽത്തായിലേക്ക് കൈപിടിച്ച് നടത്തുകയായിരുന്നു. അഥവാ യൗസേ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഗാഗുൽത്താ യാത്ര ക്രിസ്തു ആരംഭിക്കുകയായിരുന്നു. 3. ഭവനത്തിലേക്കുള്ള മടക്കയാത്ര. അവൻ അവരോടൊപ്പം ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. യേശു ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു എന്ന് വചനം പറയും. യൗസേ പിതാവിനോടും മാതാവിനോടും ക്രിസ്തു നടന്നത് യഥാർത്ഥത്തിൽ ഗാഗുൽത്താ യാത്ര തന്നെയായിരുന്നു. വിശുദ്ധ യൗസേപ്പിൻ്റെ വഴി നടത്തലാണ് ഈ യാത്ര. മാതാവും ബാലനായ യേശുവും യൗസേ പിതാവിനോടൊപ്പം നസറത്തിലെ ഭവനത്തിലേക്ക് പോയി. ക്രിസ്തുവിൻ്റെ വിധേയപ്പെടലിൻ്റെ പൂർണ്ണത ഗാഗുൽത്തായിലെ കുരിശുമരണത്തിലാണ്. അങ്ങനെയെങ്കിൽ യൗസേ പിതാവും മാതാവും അവനെ അതിലേക്ക് അനുസരണയിലും ജ്ഞാനത്തിലും വളർത്തുകയായിരുന്നു. യേശു ഗാഗുൽത്തായിലേക്ക് വളരുവാൻ വേണ്ടി അവർക്ക് വിധേയപ്പെട്ടു. വിശുദ്ധ യൗസേ പിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സത്യത്തിൽ പരിശുദ്ധ അമ്മയെയും തൻ്റെ
വളർത്തുപുത്രനെയും ഗാഗുൽത്താ വരെ ഉള്ള പക്വതയിൽ വളർത്തുക എന്നതായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാളിൽ നമുക്കും ഗാഗുൽത്താ പക്വതയിലേക്ക്, ഭവനത്തിൽ ഗാഗുൽത്താ മണമുള്ള കുടുംബങ്ങളായി മാറുവാൻ രക്ഷയുടെ പാത പുണ്യപിതാവിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുമംഗളാം മീരി ചേർത്തവൻ അരുമയാം പൈതലിനെ നെഞ്ചോടണച്ചവൻ മനം തിളരുന്ന നേരങ്ങളൊക്കെയും മൗനത്തിൻ വിലയെന്ന് കാട്ടിയ താതൻ നീ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരിയുള്ളവൻ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരിയുള്ളവൻ നീ തച്ചനെന്നും 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 ഇടറുന്ന ജീവിത യാനങ്ങളിൽ വീർപ്പുതുള്ളികൾ നിഷ്ഫലമല്ല. ഈ ലോകയാത്രയിൽ കാവലായി നിൽക്കണേ. ദൈവസ്വപ്നങ്ങൾക്ക് കാവലാളായോനേ. പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരിയുള്ളവൻ പുൽത്തൊഴുത്തിനെന്നും കാവലായവൻ അമ്മ മകനെന്നും ചാരിയുള്ളവൻ നീ തച്ചനെന്നും 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 കാവലാ കരുതുന്ന സ്നേഹമാ നീതിയാ നിറയുന്ന നന്മയായി തച്ചനെന്നും